നമ്മൾ ബീൻസ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഒരു നല്ല തുണി വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കാം. തുടച്ചതിലെല്ലാം മോയ്സ്ചർ കണ്ടൻറ്റ് എല്ലാം തന്നെ നമുക്ക് മാറ്റാം. പൊതുവേ പച്ചക്കറികൾ വേഗം അഴുകി പോകുന്നത് അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകുന്ന സമയത്താണ് വേഗം അഴുകി പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മളതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ ഏതൊരു പച്ചക്കറിയും നമുക്ക് അധിക ദിവസത്തേക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അഴുകി തുടങ്ങിയതോ അല്ലെങ്കിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റിയെടുക്കാം. നല്ലൊരു തുണി ഉപയോഗിച്ച് വേണം തുടയ്ക്കാൻ. ഇനി നമുക്ക് അടുത്ത ഘട്ടമായിട്ട് നമുക്കിതിനെ എല്ലാം തന്നെ എടുത്തിട്ട് ഈ ബീൻസിൻ്റെ രണ്ടറ്റത്തും അതിൻ്റെ ഒരു തടിച്ച കമ്പ് പോലൊരു പോർഷൻ ഉണ്ടാവും, അത് നമുക്ക് മാറ്റിയെടുക്കാം. ചില ബീൻസിൻ്റെ ഒരു വശത്ത് കാണില്ല, ഒരു വശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെടിയുടെ ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം, ആ തണ്ടിൻ്റെ ഭാഗം കൂടി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം, രണ്ട് സൈഡും. അപ്പോൾ നിങ്ങളങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ നാരും കൂടി കിട്ടും. അങ്ങനെ രണ്ട് സൈഡത്തെയും കൂടി റിമൂവ് ചെയ്തിട്ട് എല്ലാം നമുക്കൊരു സൈഡിലോട്ട് മാറ്റാം. നല്ല നാര് അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ ബീൻസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങിച്ച് നല്ല ഉപ്പേരിയൊക്കെ വെക്കാം, പിന്നെ വെജ് കുറുമിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തത് ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലും അഴുകിയ പോർഷൻസ് കാണുകയാണെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഈ മുകുളങ്ങൾ മാറ്റുന്ന സമയത്ത് അഴുകിയ പോർഷൻസും കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇനി അടുത്ത് നമ്മളൊരു 5-6 ബീൻസ് ഒന്നിച്ചെടുക്കുക. ഒന്നിച്ചെടുത്തതിന് ശേഷം ഓരോ ബീൻസിന് ഒരു 3 പോർഷൻസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഇത്രയും ഒരു സൈസിൽ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വല്ല സിപ്ലോക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാധാരണ വല്ല പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇട്ട് വെക്കാം. ഇട്ട് വെച്ചിട്ട് അതിൽ എയർ കയറാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് എയറൊക്കെ പുറത്തേക്ക് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് സിപ്ലോക്ക് ലോക്ക് ചെയ്യാം. സിപ്ലോക്ക് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സാധാരണ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാലും മതി. ഇതുപോലെ നിങ്ങൾ ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് കേടുവരാതെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇനിയൊരു മെത്തേഡും കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഉപ്പേരി വെക്കാനുള്ള പ്ലാനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നാളെ അടുത്ത ദിവസത്തേക്ക് ഉപ്പേരി വെക്കണമെങ്കിൽ അത് അപ്പം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളെ മുറിച്ചിട്ട് നമുക്കത് എടുത്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി നമുക്കത് കാണാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത ബീൻസ് എല്ലാം തന്നെ നിങ്ങൾ ഒന്നോ സിപ്ലോക്കിൽ തന്നെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പഴയ സ്വീറ്റ് ബോക്സോ അല്ലെങ്കിൽ സ്റ്റീൽ ബൗളുകളോ എന്തിലെങ്കിലും എടുത്തിട്ട് ഇതേപോലെ നമുക്ക് എല്ലാം അതിലോട്ട് മാറ്റാം. മാറ്റിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു സാധാരണ ഒരു വൈറ്റ് പേപ്പർ, ന്യൂസ് പേപ്പർ വേണമെന്നില്ല, ടിഷ്യൂ പേപ്പറോ വൈറ്റ് പേപ്പറോ വെച്ചിട്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിലും എത്ര ദിവസത്തേക്കാണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ചാനലിലോട്ട് വന്നവർ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ടു ഓൾ എന്ന് വരും, അതും കൂടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ FBയും വാട്സാപ്പും വഴിയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ